Focus. Presented by West London, Rockies Academic Zone, Alhambra, Russell Khema. And powered by Chembaga Group of Institution and Vivekananda Memorial Public School. Aris Group, Focus. This program is brought to you by Chembaga Group of Institution and Vivekananda Memorial Public School. Co-powered by Aris Group in association with Grand Hyper, Kuwait. Periyar Rice. Sharavana Instant Cook. Quality without compromise. Makeover Paints. ഇനി വീടിനുമാകാം makeover. Gulf Brothers Hair Fixing. Wipe your baldness forever. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് മറ്റുള്ളവർ പറയുന്ന കാര്യം ചെയ്യുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ഫോക്കസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. എഡ്യൂക്കേഷൻ പ്ലസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം എഡ്യൂക്കേഷൻ പ്ലസിലുള്ളത് അഥീന എഡ്യൂക്കേഷൻസിൻ്റെ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ മിസ്റ്റർ VNP രാജ് സാറാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. അഥീന എഡ്യൂക്കേഷന് ഒരു വിഷനുണ്ട്. ഇറ്റ്സ് എ ലോങ് ടേം വിഷൻ. ഒരു ടീം വർക്കിലൂടെയാണ് ഈ വിഷൻ ഓരോ സ്കൂളുകളിലും ലോങ് ടേം ആയിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുന്നത്. എങ്ങനെയാണ് സാറിന് ഈ ഒരു വിഷൻ ഓരോ സ്കൂളുകളിലും അല്ലെങ്കിൽ ഓരോ വിദ്യാർത്ഥികളിലേക്കും എത്തിക്കാനായിട്ട് സാധിക്കുന്നത്? ഇതൊരു നിസ്സാര ചോദ്യമാണ്. എങ്ങനെയാണ് പല ദിക്കുകളിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരിലേക്ക് നിങ്ങളുടെ വിഷൻ പകർന്നു കൊടുക്കുക എന്നുള്ളത്? നിങ്ങളുടെ കുട്ടികൾ ചിലപ്പോൾ അമേരിക്കയിലായിരിക്കും, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏതെങ്കിലും കോണിലായിരിക്കും. അച്ഛനും അമ്മയും പകർന്നു കൊടുക്കുന്ന വിഷൻ അവരങ്ങ് അമേരിക്കയിലോ തെക്കേ അമേരിക്കയിലോ വടക്കേ അമേരിക്കയിലോ ഏതെങ്കിലും അമേരിക്കയിലോ ഇരുന്നും കൊണ്ട് അവരുടെ ജീവിത മാർഗങ്ങളിൽ അത് നിഴലിക്കുന്നത് കാണാം. അത് ഡെയിലി അമേരിക്കയിൽ പോയിട്ടാ അല്ലല്ലോ. നമ്മൾ പ്രവർത്തിക്കുന്ന, ഞാൻ ഈ ഇരുന്ന് സംസാരിക്കുന്നതും നിങ്ങൾ കേൾക്കുന്നതും എല്ലാം ഒരു മനസ്സിലാണ്. ആ മനസ്സിനെ നിയന്ത്രിക്കുന്നത് നിങ്ങളിലേക്ക് പകർന്നു തന്ന ഒരു വിഷനാണ്. അത് നിങ്ങളുടെ പേരൻസോ നിങ്ങളെ സ്വാധീനിച്ചോ ആരെങ്കിലും ആയിരിക്കും. അതുകൊണ്ട് ഒരു വിഷൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതിന് പോലീസ് വേണ്ട, പട്ടാളം വേണ്ട, ലാത്തി വേണ്ട, തോക്ക് വേണ്ട. അഥവാ ആരെങ്കിലും അങ്ങനെ ലാത്തിയും തോക്കും വെച്ചിട്ടാണ് ഒരു വിഷൻ നടത്താൻ പോകുന്നുവെങ്കിൽ ഹിറ്റ്ലർ എന്നുള്ള മഹാമനുഷ്യനൊക്കെ അന്തരിച്ച മാതിരിയാവും, നിലനിൽക്കത്തില്ല. ഒരു പണിഷ്മെൻറ്റിലൂടെ, ഒരു ഭയത്തിലൂടെ ആരിലേക്കും ഒരു വിഷനും പോവില്ല. കൊടുങ്കാറ്റടിക്കുമ്പോൾ വിളക്ക് കത്തില്ല. വിളക്ക് കത്തുകയും വിളക്കിൻ്റെ പ്രകാശം എല്ലായിടത്തും ചെല്ലണമെങ്കിൽ അത് കൊടുങ്കാറ്റിലല്ല, നല്ല സ്നേഹമുള്ള അന്തരീക്ഷത്തിലാണ്. എപ്പോൾ നമുക്ക് സർവ പ്രശ്നങ്ങളെയും അതിജീവിച്ച് സമ്പൂർണ്ണ ആത്മാർത്ഥതയിൽ, സമ്പൂർണ്ണ സ്നേഹത്തിൽ നമ്മളുടെ വാക്കും നമ്മളുടെ ഹൃദയവും നമ്മളുടെ പ്രവൃത്തിയും ഒന്ന് തന്നെയാണ് പുറത്തേക്ക് വിടുന്നതെങ്കിൽ നമ്മളെ എല്ലാവരും സ്വീകരിച്ചിട്ട് ആ പറഞ്ഞത് എനിക്കും സ്വീകാര്യമാണെന്ന് പറയും. ഭയം ഉള്ളിൽ നിന്ന് പോകും. എന്നോടുള്ള ഭയം പോകും, ഈ പ്രസ്ഥാനത്തിനോടുള്ള ഭയം പോകും. അവരെല്ലാം ഒരു ലക്ഷ്യം, ഞാൻ കേട്ടതിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നതിൽ ഞാൻ പ്രവർത്തിക്കുന്നു, ഒരു ഭയവുമില്ലാതെ പ്രവർത്തിക്കുന്നു. ഞാൻ ആ ഭയമില്ലാതെ എന്നിൽ പ്രവർത്തിക്കുന്ന വികാരത്തെ ഞാൻ മാനിക്കുന്നു, ഞാൻ അതിനുവേണ്ടി ജീവിക്കുന്നു. ഇതാണ് ടീം വർക്ക് എന്നുള്ളതിന് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ആളാണ് യേശുദേവൻ, പ്രോഫറ്റ് മുഹമ്മദ്, പീസ് ബി അപ്പോൺ ഹിം, ബുദ്ധദേവൻ. അവരൊക്കെ ഇന്നും ജീവിച്ചിരിക്കുന്നില്ലേ? വർഷങ്ങൾ കഴിഞ്ഞു, തലമുറകൾ കഴിഞ്ഞ് അവർ പള്ളികളിൽ പ്രസംഗിച്ചതുകൊണ്ടാണോ അവർ ജീവിച്ചിരിക്കുന്നത്? ആരാധനാലയങ്ങളിൽ പറയപ്പെടുന്നത് കൊണ്ടോ അവരുടെ പുസ്തകങ്ങൾ കൊണ്ടോ ഒന്നുമല്ല. പുസ്തകങ്ങളൊക്കെ ഉണ്ടാവും അതിനകത്ത്. നിങ്ങൾ എന്താണോ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞതിനനുസരിച്ചിട്ട് നിങ്ങൾ എന്താണോ പ്രവർത്തിച്ചത്, നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ പ്രവർത്തനങ്ങളും ഉള്ളിൽ കറകളഞ്ഞ സ്നേഹവും നിങ്ങൾ കാണിച്ചിരുന്നാൽ
എല്ലാവരും മോട്ടിവേറ്റഡ് ആകും. ഒരു മെഴുകുതിരി കത്താൻ ഒരുപാട് പ്രാവശ്യം കത്തിക്കണ്ടല്ലോ. ഒറ്റ പ്രാവശ്യം ഒന്ന് മെഴുകുതിരി കത്തിയാൽ അതിരുന്ന് കത്തൂല്ലേ? നിങ്ങൾ ഡെയിലി പോയി കത്തിയിട്ടുകൊണ്ടിരിക്കണോ? വേണ്ടല്ലോ. അപ്പോൾ ഈ കമ്പനിയുടെ വിഷൻ ഞാനിവിടെ ഇല്ലേ പോലും അത് നടന്നോളും, ഞാൻ ഡെയിലി എവിടെയും പോണ്ട. പക്ഷേ ഇതിൽ നിന്നും കൊളുത്തിക്കൊണ്ടുപോയ മെഴുകുതിരികളുണ്ട്, അവ കത്തണം. അവ കത്തണമെങ്കിൽ ഒരൊറ്റ കാര്യമുള്ളൂ, ആ മെഴുകുതിരികൾക്ക് ഈ മെഴുകുതിരിയിൽ വിശ്വാസം വേണം. അപ്പോൾ ഈ ലോകത്ത് എന്ത് നടക്കണമെങ്കിലും, എന്ത് വിഷൻ നടക്കണമെങ്കിലും, എന്താണ് എല്ലാ മെഴുകുതിരികളെയും കത്തിക്കുന്ന വികാരം? വിശ്വാസമാണ്, ഫെയ്ത്ത്. വിശ്വാസം എവിടെയുണ്ടോ വിഷൻ അവിടെ നിൽക്കും. വിശ്വാസം എവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയോ, അതൊരു കുടുംബത്തിൽ പോലും അങ്ങനെയല്ലേ. ഭാര്യയ്ക്ക് ഭർത്താവിലുള്ള വിശ്വാസം, ഭർത്താവിന് ഭാര്യയിലുള്ള വിശ്വാസം, മക്കൾക്ക് പേരൻസിലുള്ള വിശ്വാസം, അപ്പൂപ്പനുള്ള വിശ്വാസം, സ്വന്തം മതത്തിലുള്ള വിശ്വാസം, സ്വന്തം സമൂഹത്തിലുള്ള വിശ്വാസം. വിശ്വാസം ഒന്നല്ലേ എല്ലാം. വിശ്വാസം സൃഷ്ടിക്കുന്നത് എങ്ങനെയെന്നുള്ളത് മാത്രമേ ഒരു ചോദ്യമുള്ളൂ. ഒരു വിഷൻ നടപ്പാക്കാൻ ആത്മാർത്ഥത ഉണ്ടാകണം, സത്യസന്ധത ഉണ്ടാകണം, പറയുന്ന കാര്യങ്ങൾ പറയുന്നത് പോലെ പ്രവർത്തിക്കണം, സ്നേഹിക്കണം, ബഹുമാനിക്കണം. ആ ഒരു വാക്കിന് ഒത്തിരി വിലയുണ്ട്. പലപ്പോഴും സ്നേഹമുണ്ട്, ബഹുമാനമില്ല. ഞാൻ നിങ്ങളെ ബഹുമാനിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്നെ ബഹുമാനിക്കില്ല. ഇത്രയും ചെയ്യാൻ ഒരു സ്ഥാപനത്തിന് കഴിയണം. അതിന് പോളിസി ഡെയിലി മാറല്ലേ. ഡെയിലി പോളിസി മാറിയിട്ടുണ്ടെങ്കിൽ ആർക്കും വിശ്വാസമല്ല. ഇന്നൊരു പോളിസി, നാളെ ഒരു പോളിസി, എന്താവുന്ന ആർക്കും അറിയാൻ പറ്റാണ്ടാവും. പോളിസികൾ ഒന്നായിരിക്കണം, എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. അവിടെയാണ് പല കമ്പനികളുടെയും ഏറ്റവും വലിയ പ്രശ്നം, പല വീടുകളിലെയും പ്രശ്നം, പല കമ്പനികളിലെയും പ്രശ്നം, അമ്പല കമ്മിറ്റിയിൽ പോലും പ്രശ്നം, പള്ളി കമ്മിറ്റിയിലും പ്രശ്നം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പോളിസികൾ പല രീതിയിൽ. ഇതാരാ, ഇതെൻ്റെ ആൾ, അത് കുഴപ്പമില്ല. ഇയാളിന്ന് താമസിച്ചു വന്നു, ഓ അത് കുഴപ്പമില്ല, അത് നമ്മുടെ ആളാണ്. മറ്റേ ആളോ, അത് കുഴപ്പത്തില്ല, അവനെ ഉമ്മ കൊടുന്ന് പറയും. അങ്ങനെയാണ് ഒരു കമ്പനി പ്രവർത്തിക്കുന്നതെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളപ്പോൾ ലീവ്, ഇഷ്ടമില്ലാത്തവർക്ക് ലീവേ ഇല്ല. ഇപ്പോൾ ഒരു സ്കൂളാണെങ്കിൽ ടൈം ടേബിളിൽ വേണ്ടുന്നവർക്കെല്ലാം ഫസ്റ്റ് അവർ ഫ്രീ, സെക്കൻഡ് അവർ തൊട്ട് വർക്ക് ചെയ്യാം, വേണ്ടാത്തവർക്ക് എല്ലാ ദിവസവും ഫസ്റ്റ് അവർ വർക്ക് ചെയ്യണം, ലാസ്റ്റ് അവറും വർക്ക് ചെയ്യണം, ജന്മത്തിൽ നേരത്തെ പോക്കത്തില്ല. ഇങ്ങനെയൊക്കെ ഉള്ള വേലകൾ കാണിച്ച് വിഭിന്ന പോളിസികൾ വിഭിന്ന ആൾക്കാർക്ക് ഏത് സ്ഥാപനം കാഴ്ചവെക്കുന്നുവോ ഉറപ്പായി ഞാൻ എഴുതരാൻ ആ സ്ഥാപനം നിൽക്കില്ല. ആ പോലീസ് മുറയായിരിക്കും ഇവിടെ. അതിൻ്റെ ആരിലും വിശ്വാസമില്ല. ഗ്രൂപ്പിസം കളിക്കും. നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ പൊളിറ്റിക്സ് കളിക്കും. എൻ്റെ പൊളിറ്റിക്സ് മുതലാളിക്ക് ഇഷ്ടമുള്ളവർ ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൽ കയറാൻ കുറേ ആൾക്കാർ ഈ ഗ്രൂപ്പ് ഇല്ലാത്തവർക്ക് പാര വയ്ക്കാൻ വേറെ കുറേ ആൾക്കാർ. കച്ചവടവും പോയി, ബിസിനസ്സും പോയി, ഫോക്കസും പോയി, സോഷ്യൽ കേസും പോയി, എല്ലാം പോയി. തങ്ങളുടെ അടിയാണ് നടക്കുന്നത്. ആർക്കിട്ട് എപ്പോൾ പണിഞ്ഞു എന്ന് ആലോചിച്ചിട്ടുണ്ടാൽ മതി. ഇതെല്ലാം വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? തലപ്പത്ത് കറക്റ്റായിട്ടുള്ള വിഷൻ ഇല്ലാഞ്ഞിട്ടാണ്. ഒരു പൊളിറ്റിക്സിലും ഇല്ലാത്ത സത്യസന്ധതയിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണെങ്കിൽ, ആ പ്രസ്ഥാനമാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നതെങ്കിൽ, മുതലാളിയല്ല, എം ഡിയും അല്ല, ചെയർമാനും അല്ല, പ്രസ്ഥാനത്തിൻ്റെ കണ്ണുകളും കാതുകളും ചെവികളും പോളിസിയാണ്. എല്ലാവരും ആ പോളിസി കൂടെ പോകുള്ളൂ. ഒരേ പോളിസി കാഴ്ചവെക്കുന്നു, ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്നു, ഒരേപോലെ അവസരങ്ങൾ കൊടുക്കുന്നു, ഒരേപോലെ സ്വാതന്ത്ര്യം കൊടുക്കുന്നു, ഒരേപോലെ നീതി കൊടുക്കുന്നു. ഒരേ വിഷൻ കാഴ്ചവെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരിക്കലും പേടിക്കണ്ട. ഞാൻ നാളെ ഇവിടെ ഇല്ലേലും കുഴപ്പമൊന്നുമില്ല. ഈ പറഞ്ഞ രീതിയിലാണ് ഏത് സ്ഥാപനം വർക്ക് ചെയ്താലും അതെല്ലാം നടന്നോളും. ഞാൻ 3000 കിലോമീറ്റർ ദൂരെ ഇരുന്നിട്ടാണ് നാട്ടിലെ സ്കൂളുകളും നാട്ടിലെ ആശുപത്രികളും ഒക്കെ നടക്കുന്നത്. ഞാൻ അവിടെയൊന്നും പോകാറില്ല. 1.5 വർഷത്തിൽ കൂടുതൽ ഞാൻ അങ്ങോട്ട് പോയിട്ട്. ഞാൻ ഡെയിലി ഓരോരുത്തരുടെ പോയിന്നും അന്വേഷിക്കാറില്ല. പക്ഷേ അവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അവരവരുടെ ജോലി അറിയാം, അവരവരുടെ ഉത്തരവാദിത്വം അറിയാം. അല്ല, അവരുടെ ഉത്തരവാദിത്തത്തിന് അവർ പുറത്ത് ചാടിപ്പോവാണെങ്കിൽ അവർക്ക് ഒരേ തരത്തിലുള്ള ശിക്ഷ കിട്ടുമെന്നും അറിയാം. അങ്ങനെ ആ തുല്യതയിലുള്ള ഈ കാഴ്ചപ്പാടിലുള്ള വിഷൻ കാഴ്ചവെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും പ്രശ്നമല്ല. പലരും പലപ്പോഴും പറയുന്നുണ്ട്, ഈ ബിസിനസ്സുകൾ എങ്ങനെ നടത്തും, നമ്മളവിടെ കണ്ണും നോട്ടി ഇരുന്നില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവില്ലേ? എൻ്റെ അഭിപ്രായത്തിൽ എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ
ബുദ്ധിമുട്ടാവില്ല. പ്രശ്നം നമ്മളിൽ തന്നെയാണ്. പ്രശ്നം നമ്മളുടെ ഏകീകൃത സമീപനം ഇല്ലാത്തതുകൊണ്ടാണ്. പ്രശ്നം നമ്മളെ കാഴ്ചപ്പാടും നമ്മളും തങ്ങളിൽ ഒരുപാട് അന്തരം വന്നതുകൊണ്ടാണ്. ഇതെല്ലാം ഒന്നായാൽ സോഷ്യൽ ഗ്രേസിന് മാത്രമേ ഏത് സ്ഥാപനത്തിനും എത്താൻ പറ്റൂ. ഇന്നത്തെ എഡ്യൂക്കേഷൻ പ്ലസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ദിസ് ഇസ് സ്റ്റെഫി സൈനിങ് ഓഫ് ഫ്രം അഥീന എഡ്യൂക്കേഷൻസ്. Aris Group UAE. Aris Group of companies provide solutions for healthcare sector, industrial sector and hospitality sector. Aris Group. Call 971424457. Gulf Brothers Hair Fixing. Wipe your baldness forever. അറേബ്യൻ നാടുകൾക്ക് നവോന്മേഷം പകരുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച ചായ ഹൈ ടീ ഫൈൻ ക്വാളിറ്റി. Al-Aftar Medical Center, Sharjah, one of the best multi-specialty medical and dental center in Sharjah. Our dental specialties include orthodontist, implantologist, periodontist and endodontist. Al-Aftar Medical Center, opposite Emirates, NBD Main Branch, King Abdulaziz Road, Sharjah. Contact 0655 050 050 നിൽക്കുന്നു നമ്മുടെ കല്യാണച്ചക്കൻ സിംഹകുമാരൻ അടിമുടി മാറി കണ്ടവർഞ്ഞെട്ടി കിടിലൻ മേക്ക് ഓവർ. എങ്ങനെയുണ്ട് എന്റെ മേക്ക് ഓവർ? ചെക്കനെ കണ്ടു അമ്മാവൻ ചൊല്ലി ചെക്കൻ സൂപ്പർ. വീടൊന്ന് കണ്ടു പായലും പൂപ്പലും അമ്മാവൻ ചൊല്ലി. നിനക്ക് മാത്രമല്ല ഈ വീടിനും വേണം ഒരു മേക്ക് ഓവർ. സാബു ഓക്കെ ഗൈസ്, റെഡി ഫോർ ദ മേക്ക് ഓവർ. സാബുവും കൂട്ടരും പണി തുടങ്ങി. പായൽ പറഞ്ഞു ടാറ്റാ, വീടിന്റെ മേക്ക് ഓവർ പൊട്ടിച്ചു. പൂപ്പൽ പറഞ്ഞു ബൈ ബൈ. പായൽ പറഞ്ഞു ടാറ്റാ, പൂപ്പൽ പറഞ്ഞു ബൈ ബൈ. മേക്ക് ഓവർ പെയിന്റ് ആണെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ല സാറേ, ഇത് ഞങ്ങൾ പെയിന്റർമാരുടെ ഉറപ്പാ. മേക്ക് ഓവർ പെയിന്റ്സ് ഇനി വീടിനുമാകാം മേക്ക് ഓവർ. അമ്മാവോ ഇപ്പൊ വീടും മേക്ക് ഓവറായി. Hello and welcome to another segment of Aras Medical Devices Exclusive. In today's segment, we are going to learn more about the difference between multi-stage and single-stage regulators. My name is K.C. Babu from Aras Medical. We are talking about the different type of cylinders, different type of regulators, different type of connections. The reason one is that because now the coronavirus is actually affecting all over the world, but certain countries are actually getting a donation from the different countries, but from the different countries there are different standards they are using for the oxygen cylinders and everything. Therefore you are getting a different color of cylinders. Also the same thing, you are getting a different connections you are getting it, but there are certain standards are not matching with each other. Therefore in a British standard is giving a one color, American standard is giving another color, ISO like European standard is giving another color. Therefore in many countries, in Asian countries, they are using many type of color is using. Therefore there is a confusion between the which gas, which cylinder, which color we have to use it. Therefore in whatever the donation we are getting it, maybe we cannot use that cylinder in that place. Therefore we have to be very careful. Also that this we are dealing with the patient. Patients are very critical and their saturated level of the oxygen is getting reduced. Therefore immediately we have to give them oxygen to that patient. Therefore we have to be very careful. That's why I am trying to tell what is the big difference in the each and every connections. Color code are very important. One is the oxygen, which are talking about one is a single stage regulator, which is we can see from here is there is a single stage regulator which is connected to the cylinder, and also it is a pin index. The difference between the pin index is that you can connect only that particular regulator. Also you can connect the gas connection, only that particular gas. So if it is oxygen, you can connect that only that oxygen with the pin index. Then we are talking about the regulation. Single stage regulator is already preset for a
oxygen use for a 4 bar, less than 4 bar. Pressure is like very constant. Then you are using a flow rate which is using a flow regulating valve with the flow meters. That flow meter itself is giving a 15 liter or whatever the liter we require, that you need to use a different type of flow meters, because you cannot use a 15 liter of flow meter to the same patient. If you need a 80 liter, you need to have the 100 liter capacity flow meter you have to use. That's why whenever you are using the regulator should be capable enough to give the flow of 100 liter or 80 liter, whatever it is. That's when you have to be very precise. You have to be careful with that. Whatever the regulator we are doing, it should be calibrated according to the standards and the requirement of the physician to the patient. Therefore, that is the difference between the single stage regulator. When you talk about the multi-stage regulator, what we are seeing here, it is a multi-stage regulator. One advantage is that you can have a oxygen content inside the cylinder itself, that is delivering the oxygen to the patient. When you are giving a 1 liter, 2 liter, 3 liter, the reduction will be there inside the cylinder. But you get the indication that this much is the oxygen is there available inside the cylinder, as well as you get the flow. When it is the flow is going to the patient need if it is 100 liter, if you are talking about a 2004 liter or 1000 liter or 6900 liter, every time whenever you are using, the reduction will be there inside the cylinder. Therefore, you can see, you can watch through this regulators. Multi-stage regulator will give you the content of the level inside the cylinder, as well as the single stage regulator. The multi-stage regulator can give the second gauge will give you the what is the delivery of the patient. That's it. Also, you get when you look at the flow meter, you get a flow meter at what pressure, at what per minute, how much is you are using, consumption you are using. Therefore, that is the multi-stage regulator, importance of the multi-stage regulator. This all giving the only thing is that we have to use a proper regulator, which is given by the quality controller. Also, that this will be important that all this pharmacists to be checked, also the nurses to be checked, the quality control to be checked, that what type of regulator we are providing and whether this can be used for this patient or not. If it is 100 liter, definitely you need to change the regulator or the flow, as well as the gauges to be checked every time. Mainly that we have to use a calibration, that's very important. Also the connection also to be very important. Either it should be a pin index regulator. If you are providing a bull nose, make sure that its connection is for the oxygen only. And also we have to make sure the patient, before connecting the patient, make sure what gas you are supplying. That's very important, because when you look at the color code, you will find out what is the cylinder is used for. Okay, thank you very much for the time, and please look into that very carefully and do the necessary arrangements with the gas suppliers. Thank you very much. That brings us to the end of this segment of Aras Medical Devices Exclusive. Until we meet next time, this is your host Ansi Harshal signing off. Take care. Bye-bye. Anantapuri Hotels and Restaurants, Muscat, Oman. A feast of flavors, a treat to your soul. Anantapuri Hotels and Restaurants, Muscat, Oman. Aras Group UAE. Aras Group of companies provide solutions for healthcare sector, industrial sector and hospitality sector. Aras Group. Call 971-424457. Gulf Brothers Hair Fixing. Wipe your baldness forever. നമ്മുടെ കല്യാണച്ചക്കൻ സിംഹകുമാരൻ അടിമുടി മാറി കണ്ടവർഞ്ഞെട്ടി കിടിലൻ മേക്ക് ഓവർ. എങ്ങനെയുണ്ട് എന്റെ മേക്ക് ഓവർ? ചെക്കനെ കണ്ടു അമ്മാവൻ ചൊല്ലി, ചെക്കൻ സൂപ്പർ. വീടൊന്ന് കണ്ടു പായലും പൂപ്പലും, അമ്മാവൻ ചൊല്ലി. നിനക്ക് മാത്രമല്ല, ഈ വീടിനും വേണം ഒരു മേക്ക് ഓവർ. സാബു ഓക്കെ ഗൈസ്, റെഡി ഫോർ ദ മേക്ക് ഓവർ. സാബുവും കൂട്ടരും പണി തുടങ്ങി.
പൂപ്പൽ പറഞ്ഞു ബൈ ബൈ. അയൽ പറഞ്ഞു ടാറ്റാ, പൂപ്പൽ പറഞ്ഞു ബൈ ബൈ. മേക്ക് ഓവർ പെയിന്റ് ആണെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ല സാറേ. ഇത് ഞങ്ങൾ പെയിന്റർമാരുടെ ഉറപ്പാ. മേക്ക് ഓവർ പെയിന്റ്സ് ഇനി വീടിനുമാകാം മേക്ക് ഓവർ. അമ്മാവോ ഇപ്പൊ വീടും മേക്ക് ഓവറായി. Wide variety of delicious dishes instantly. Sharavana Instant Cook. Quality without compromise. നമസ്കാരം. സ്മൈൽ ഡെന്റൽ ക്ലിനിക് ഹെൽത്തി ലിവിങ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുട്ടികൾക്കുണ്ടാകുന്ന അസുഖങ്ങളെ പറ്റിയാണ്. ഈ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാറുണ്ട്. എന്നാൽ ഹോസ്പിറ്റലിൽ പോകാതെ തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നമ്മളോട് സംസാരിക്കുന്നത് സീനിയർ പീഡിയാട്രിഷ്യനായ ഡോക്ടർ സനു ജോൺ. സ്മൈൽ ഡെന്റൽ ക്ലിനിക് ഹെൽത്തി ലിവിങ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഞാൻ ഡോക്ടർ സുനു ജോൺ, സീനിയർ പീഡിയാട്രീഷ്യൻ, കാരിത്താസ് ഹോസ്പിറ്റൽ കോട്ടയം, ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ കോട്ടയം ജില്ലയുടെ പ്രസിഡന്റ് കൂടിയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്രസ്റ്റ് ഫീഡിങ്, അതിൻ്റെ പ്രാധാന്യം. ഓഗസ്റ്റ് 1 തൊട്ട് 7 വരെ ലോക മുലയൂട്ടൽ വാരം, അതായത് വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക് നമ്മൾ ഒബ്സർവ് ചെയ്യാണ്. എന്തിനാണ് നമ്മൾ ഈ ഓഗസ്റ്റ് 1 തൊട്ട് 7 വരെ ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ മാറ്റിവെക്കുന്നത്? മുലയൂട്ടലിൻ്റെ പ്രാധാന്യവും അത് എല്ലാ അമ്മമാരും കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടൽ തന്നെ നടത്തണം എന്നും കൂടെ ആഹ്വാനം ചെയ്യാൻ വേണ്ടിയാണ് ഈ 7 ദിവസം നമ്മൾ ഇതിനു വേണ്ടി മാത്രമായിട്ട് മാറ്റിവെക്കുന്നത്. മുലപ്പാൽ കുടിക്കുക എന്ന് പറയുന്നത് ഒരു കുഞ്ഞിൻ്റെ ജന്മാവകാശമാണ്. അത് നമ്മൾ ഒരിക്കലും നിഷേധിക്കാൻ പാടില്ല. അമ്മമാരുടെ ചുമതലയുമാണ് മുലപ്പാൽ കൊടുക്കുക എന്നുള്ളത്. ആദ്യത്തെ 6 മാസം മുലപ്പാൽ മാത്രമേ കൊടുക്കാവുള്ളൂ. വേറൊരു കാര്യവും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ജനിച്ച കുഞ്ഞിന് ആദ്യം കൊടുക്കേണ്ടത് കൊളോസ്ട്രം, അതായത് മഞ്ഞപ്പാൽ. അതാണ് കുഞ്ഞിൻ്റെ ആദ്യത്തെ വാക്സിനേഷൻ. അതിനകത്ത് മുഴുവൻ ആൻറ്റിബോഡിയാണ്, പ്രതിരോധശേഷിക്കുള്ള എല്ലാ വസ്തുക്കളും അതിലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു അമ്മ പോലും അതൊന്നും കൊടുക്കാതിരിക്കരുത്. പണ്ട് നമ്മൾ ചെയ്തിരുന്നത് പോലെ സ്വർണ്ണം അരച്ചു കൊടുക്കുക, തേൻ കൊടുക്കുക, ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇതൊക്കെ കുഞ്ഞിൻ്റെ വയറിൽ ആദ്യം തന്നെ ഒരു ഇൻഫെക്ഷനാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആദ്യം കൊടുക്കേണ്ടത് എന്താണ്? മഞ്ഞപ്പാൽ അഥവാ കൊളോസ്ട്രം. എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുക്കാനുള്ള പാൽ എല്ലാ അമ്മമാർക്കും ഉണ്ട്. ഒരു പശു അതിൻ്റെ കുഞ്ഞിന് അതിൻ്റെ പാല് കൊടുക്കും, ആട് അതിൻ്റെ കുഞ്ഞിന് അതിൻ്റെ പാല് കൊടുക്കും. പിന്നെ നമ്മൾ മനുഷ്യർക്ക് മാത്രം എന്താണ് ഇത്ര മടി മുലപ്പാൽ കൊടുക്കാൻ? അതൊരിക്കലും നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. അൺലെസ് മെഡിക്കൽ ഇൻഡിക്കേഷൻസ് ഉണ്ടെങ്കിൽ മാത്രം, ഒരു ശിശുരോഗ വിദഗ്ധൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ നമ്മൾ വേറൊരു പാലിലോട്ട് നമ്മൾ പോകാറുള്ളൂ. പ്രതിരോധശേഷിക്കുള്ള എല്ലാ വസ്തുക്കളും അതിലടങ്ങിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനം, ഇത് പറഞ്ഞാലെങ്കിലും നമ്മൾ മുലപ്പാൽ കൊടുക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു, അതായത് കുഞ്ഞിൻ്റെ ബുദ്ധി, IQ ഏകദേശം 8 പോയിൻറ്റ്സ് കൂടുതലാണ് സാധാരണ കുഞ്ഞുങ്ങളെക്കാട്ടി. ഫോർമുല ഫീഡ് കുടിച്ച് വളരുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ IQ ഉള്ള കുഞ്ഞുങ്ങൾ വരുന്നതും മുലപ്പാൽ മാത്രം കുടിക്കുന്നത്. ഇനി അമ്മയ്ക്ക് എന്തൊക്കെ പ്രയോജനമുണ്ട്? അമ്മയ്ക്ക് അടുത്ത ഡെലിവറി നമുക്ക് ഡിലേഡ് ആക്കാം. അമ്മയ്ക്ക് ചില ക്യാൻസറുകൾ, ഒവേറിയൻ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, ഡയബറ്റിസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാതിരിക്കുന്നത് ഈ മുലപ്പാൽ കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ്. അമ്മയുടെ ഫിഗറും ബോഡിയൊക്കെ നോർമലാവുന്നതും ഫീഡിങ് മുലപ്പാൽ ആയതുകൊണ്ട് മാത്രമാണ് അതൊക്കെ നോർമലായിട്ട് പോകുന്നത്. പിന്നെ സാമ്പത്തികമായിട്ടും ഒരു വീട്ടിൽ ഒരു പൊടിപ്പാൽ മാത്രം കൊടുക്കുന്നതാണെങ്കിൽ ഒരു ടിൻ പൊടിപ്പാൽ വാങ്ങിച്ചാൽ 3-4 ദിവസമേ കാണുകയുള്ളൂ. അപ്പം അതിൻ്റെ പിന്നെ കുഞ്ഞിന് പൊടിപ്പാൽ കൊടുക്കുമ്പോൾ വയറ്റിൽ നിന്ന് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ, ഇങ്ങനത്തെ കുറേ ബുദ്ധിമുട്ട് കുഞ്ഞിനും ഉണ്ടാകും. അപ്പോൾ നമ്മൾ മാക്സിമം അമ്മയുടെ പാൽ തന്നെ കൊടുക്കുക. ഇനി അമ്മയ്ക്ക് നേരത്തെ ജോലിക്ക് പോകണം, ആ സമയം നമ്മൾ വേറെ പാൽ കൊടുക്കണം, അങ്ങനെ ചിന്തിക്കാതിരിക്കുന്നത് നല്ലത്. എക്സ്പ്രസ്ഡ് ബ്രസ്റ്റ് മിൽക്ക്, നമുക്ക് പാൽ പിഴിഞ്ഞ് ഒരു സ്റ്റീൽ കണ്ടെയ്നറിനകത്ത് വെച്ചിട്ട് പോകാം. അത് പുറത്തിരിക്കുവാണെങ്കിൽ 6 മണിക്കൂറിനുള്ളിൽ ഉപയോഗിച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെച്ചാൽ 24 മണിക്കൂർ, ഫ്രീസറിൽ വെച്ചാൽ അതിലും കൂടുതൽ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം അമ്മ ജോലിക്ക് പോകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം നമുക്ക് 6 മാസം മിക്ക അമ്മമാർക്കും ലീവുണ്ട്. 6 മാസം. അതെന്തിനാണ് ലീവ്? എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്, കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ മാത്രം കൊടുക്കാൻ വേണ്ടിയാണ് ആ ലീവ് തരുന്നത്. അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യം മുലപ്പാൽ തന്നെയാണ്. 6 മാസം കഴിയുമ്പം നമുക്ക് വീനിങ് ഫുഡ്സ് തുടങ്ങാം. കുറുക്ക് രൂപത്തിൽ പഞ്ഞപ്പുല്ലോ ഏത്തക്കാപ്പൊടിയോ അങ്ങനെ ഓരോ ഫുഡ് ഒരു സമയം, ഒരു ഫുഡ് ഒരു നേരം. ഏകദേശം ഒരു രാവിലെ ഒരു 10 മണിക്കാണ് നമ്മൾ പഞ്ഞപ്പുല്ല് കൊടുക്കുന്നു. പഞ്ഞപ്പുല്ല് കുറുക്കി അതിനകത്ത് കരിപ്പെട്ടി ശർക്കര ഇടുക. അതിനകത്ത് അയണും കാൽഷ്യവും രണ്ടും നമുക്ക് കുഞ്ഞിന് കിട്ടും ഇത് കൊടുക്കുമ്പോൾ. അതിലും പശുവും പാലോ ആട്ടുംപാലോ ഇതൊന്നും ഒഴിക്കാൻ പാടില്ല. വെറുതെ ചൂടുവെള്ളത്തിൽ കുറുക്കിയെടുത്താൽ മതി. ഓരോരാഴ്ച കുഞ്ഞിനത് കൊടുക്കുന്നു. അലർജിയൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എങ്കിൽ അടുത്ത ആഴ്ച കഴിയുമ്പം സെക്കൻഡ് ഫുഡ് ഏത്തക്കാപ്പൊടി അതും കുറുക്കി കൊടുക്കാം. പിന്നെ ജ്യൂസ്, അങ്ങനെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ കൂടുതലും കൊടുക്കേണ്ടത്. ഒരു 10 മാസമാകുമ്പോൾ ഒരു കുഞ്ഞ് നമ്മൾ കഴിച്ചിരിക്കുന്ന ഏകദേശം ഭക്ഷണങ്ങൾ കഴിക്കും. അമ്മ കഴിക്കുന്ന പോലെ ഏകദേശം കഴിക്കാം, പക്ഷേ അളവ് പകുതിയായിരിക്കും.
നമുക്കൊരു വയസ്സ് താഴെ പശുവും പാല് മൃഗങ്ങളുടെ പാലൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ട. ബാക്കി ഒരു 9 മാസമൊക്കെ ആകുമ്പോൾ മീൻ കൊടുക്കാം. 6-7 മാസം ആകുമ്പോൾ മുട്ട കൊടുക്കാം. ആദ്യം മുട്ടയുടെ ഉണ്ണിയെ കൊടുക്കും, പിന്നെ നമ്മൾ മുട്ടയുടെ വെള്ള കൊടുക്കും. 1 വയസ്സാകുമ്പം ഒരു കുഞ്ഞ് സകല ഡയറ്റും കഴിച്ച് മീൻ, ഇറച്ചി എല്ലാം ഒരു ബാലൻസ്ഡ് ഡയറ്റ്. അങ്ങനെയുള്ള ഒരു കുഞ്ഞിന് ജനിച്ച വെയിറ്റ് ഇപ്പം 3 കിലോ ആണെങ്കിൽ അതിൻ്റെ ഒരു 3 ടൈംസാണ് നമുക്ക് 1 വയസ്സാകുമ്പോൾ വരേണ്ടത്. ഏകദേശം 9 കിലോ. ജനിക്കുമ്പോൾ ഉള്ളൊരു ഹൈറ്റ് 50 സെൻറ്റിമീറ്റർ ആയിരിക്കും ഏകദേശം. അപ്പം ഒരു 25 സെൻറ്റിമീറ്ററാണ് ഈ 1 വർഷം കൊണ്ട് കൂടുന്നത്. 75 സെൻറ്റിമീറ്റർ ഒരു ഹൈറ്റും കിട്ടും. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ന്യൂട്രീഷൻ ആദ്യത്തെ 1000 ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 6 മാസം മുലപ്പാല് മാത്രം. അതിനുശേഷം ഞാൻ പറഞ്ഞ പോലത്തെ ഓരോ ഭക്ഷണങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അമ്മയ്ക്ക് പാല് കുഞ്ഞ് സക്ക് ചെയ്താൽ മാത്രമേ പാലുണ്ടാവുള്ളൂ, അല്ലാതെ വേറൊരു മാജിക്കും ഇല്ല. കുഞ്ഞ് സക്ക് ചെയ്യുമ്പം അമ്മയുടെ ദേഹത്ത് 2-3 ഹോർമോൺസ് ഉണ്ടാകും. ആ ഒരു ഹോർമോണിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് പാലുണ്ടാകുന്നത്. അപ്പോൾ പ്രീടേം ബേബീസിനാണെങ്കിലും മാക്സിമം അമ്മയുടെ പാല് തന്നെ കൊടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി, നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കുമ്പോൾ അമ്മ എപ്പോഴും ഇരുന്നുകൊണ്ട് തന്നെ പാല് കൊടുക്കുക. കിടന്നുകൊണ്ട് പാല് കൊടുക്കാൻ പാടില്ല. പാല് വിൽക്കുക, ശ്വാസോസ്ഥി പോകും, ചെവിക്ക് ഇൻഫെക്ഷനും നീരും വരാനും സാധ്യത കൂടുതലാണ്. പിന്നെ പാല് കൊടുക്കുമ്പം, ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുമ്പോൾ ആദ്യം ഒരു സൈഡിലാണ് കൊടുക്കുന്നതെങ്കിൽ അത് ഫുൾ എംപ്റ്റി ചെയ്യണം. കാരണം ആദ്യം വരുന്ന പാലിന് നമ്മൾ 4 മിൽക്ക് എന്ന് പറയും, അതിനകത്ത് പ്രോട്ടീനാണ് കൂടുതൽ. രണ്ടാമത് വരുന്ന പാലാണ് ഹൈൻ മിൽക്ക്, അതാണ് മഞ്ഞപ്പാൽ, അതിനകത്ത് ഫാറ്റാണ് കൂടുതൽ. അപ്പോൾ ഇത് രണ്ടും ബാലൻസ്ഡ് ആയിട്ട് ചെന്നാലേ കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടുള്ളൂ. അത് ആ 4 മിൽക്ക് മാത്രം ആദ്യം ചെന്ന് കഴിഞ്ഞാൽ വെയിറ്റ് കൂടില്ല. അപ്പോൾ ഫസ്റ്റ് ഒരു സൈഡ് എംപ്റ്റി ചെയ്തിട്ട് വേണം അടുത്ത സൈഡ് കൊടുക്കാൻ. അപ്പം മുലപ്പാലിൻ്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആദ്യത്തെ 6 മാസം മുലപ്പാലല്ലാതെ വേറെ ഒന്നും കൊടുക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. സ്മൈൽ ഡെന്റൽ ക്ലിനിക് മസ്കറ്റ് ഹെൽത്തി ലിവിങ്സിൻ്റെ എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് യൂട്യൂബിൽ ഏഷ്യാനെറ്റ് പ്ലസ് ഫോക്കസ് എന്ന യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. സ്മൈൽ ഡെന്റൽ ക്ലിനിക് മസ്കറ്റ് ഹെൽത്തി ലിവിങ്സിൻ്റെ മറ്റൊരു അധ്യായത്തിൽ മറ്റൊരു വിഷയമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. ഇറ്റ്സ് മീ സൈനിങ് ഓഫ് RJ ജോബി മസല. ഫോക്കസിന്റെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കേണ്ട മെയിൽ ID focus123@gmail.com. ഫോക്കസിന്റെ അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ഇറ്റ്സ് മീ രശ്മി ഗോപകുമാർ സൈനിങ് ഓഫ്. ഫോക്കസ് presented by West London, Rockies Academic Zone, Alhambra, Russell Khema. and powered by Chembaka Group of Institution and Vivekananda Memorial Public School. Aris Group, Focus. This program is brought to you by Chembaka Group of Institution and Vivekananda Memorial Public School. Co-powered by Aris Group in association with Grand Hyper, Kuwait. Periyar Rice. Sharavana Instant Cook. Quality without compromise. Makeover Paints. ഇനി വീടിനുമാകാം makeover. Gulf Brothers Hair Fixing. Wipe your baldness forever.